Hi friends, good day. I hope you all are doing great. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് അവിടെ ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മേക്ക് എ റിക്വസ്റ്റ് എന്ന പാട്ടിലെ രണ്ടാമത്തെ സെഷനാണിത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡു യു മൈൻഡ് കോളിംഗ് ഹെർ, വുഡ് യു മൈൻഡ് കോളിംഗ് ഹെർ, ഈ രണ്ട് സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഞാനാണോ നിങ്ങളാണോ? ഇവിടെ നോക്കൂ, ഡു യു മൈൻഡ് കോളിംഗ് ഹെർ, അവളെ വിളിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ് ചോദ്യം. അവളെ വിളിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പോൾ ആരാ അവിടെ പ്രവൃത്തി ചെയ്യുന്നത്? യു, നിങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? വുഡ് യു മൈൻഡ് കോളിംഗ് ഹെർ, സെയിം മീനിങ് ആണ്, വുഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വുഡ് യു മൈൻഡ് കോളിംഗ് ഹെർ, ഇവിടെയും പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുമോ എന്നാണ് ഞാൻ വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുമോ? നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരുവാണ്. ഓക്കെ, പക്ഷെ ഈ രണ്ട് സെൻറ്റൻസ് നോക്കൂ. ഡു യു മൈൻഡ് ഇഫ് ഐ കോൾ ഹെർ, ഡു യു മൈൻഡ് ഇഫ് ഐ കോൾ ഹെർ. ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഐ. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഇവിടെ ഐ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ അവളെ വിളിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഡു യു മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ, നിങ്ങൾക്ക് വിരോധമുണ്ടോ. ഞാൻ അവളെ വിളിക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ ഞാൻ അവളെ വിളിക്കുന്നതിൽ അപ്പൊ ഞാൻ അവളെ വിളിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പൊ ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഞാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയത് ഹിയർ ഐ ആം ഡൂയിങ് ദ ആക്ഷൻ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി എഴുതിയതാണ് കേട്ടോ. അതുപോലെ വുഡ് യു മൈൻഡ് ഇഫ്, ഇവിടെ എന്തായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ബ്ലാങ്ക് ആക്കി എഴുതി വെച്ചത്. അപ്പോൾ വുഡ് യു മൈൻഡ് ഇഫ് ഐ കോൾ എന്നല്ല വേണ്ടത്. അപ്പോൾ വുഡ് വരുമ്പോൾ ഇവിടെ അടുത്ത റൂൾ എന്ന് പറയുന്നത് ഈ കോളിൻ്റെ സെക്കൻഡ് ഫോം കൊടുക്കണം, കോൾഡ് എന്ന് കൊടുക്കണം. മീനിങ് ഒന്ന് തന്നെയാണ്, അതായത് വിളിച്ചു എന്നുള്ള അർത്ഥം അവിടെ വരില്ല. ഓക്കെ, വുഡ് യു മൈൻഡ് ഇഫ് ഐ കോൾഡ് ഹെർ. അപ്പോൾ വുഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നത്, ഞാനാണ് അവളെ വിളിക്കുന്നത്. മനസ്സിലാകുന്നോ? അപ്പോൾ വുഡ് യു മൈൻഡ് ഇഫ് ഐ കോൾഡ് ഹെർ. ഇപ്പം നമ്മൾ PSC എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇതല്പം കൺഫ്യൂഷനായിട്ട് തോന്നിയേക്കാം, എന്നാലും ഒന്നുമില്ല, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഡു യു മൈൻഡ് ഇഫ് ഐ കോൾ ഹെർ, ഞാൻ അവളെ വിളിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ അവളെ വിളിച്ചോട്ടെ, ഇത്രയേ ഉള്ളൂ അവിടെ. അപ്പോൾ വിരോധമുണ്ടോ എന്നുള്ളതൊന്നും അങ്ങനെ തന്നെ ട്രാൻസ്ലേഷൻ നമ്മൾ പഠിക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഞാൻ അവളെ വിളിച്ചോട്ടെ, ഞാൻ അവളെ ഒന്ന് വിളിച്ചോട്ടെ, അത്രയേ ഉള്ളൂ അവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ അവളെ വിളിച്ചോട്ടെ എന്നുള്ള ചോദിക്കുന്നതിന് ഇംഗ്ലീഷിലുള്ള രണ്ട് യൂസേജുകളാണ് ഡു യു മൈൻഡ് ഇഫ് ഐ കോൾ ഹെർ, വുഡ് യു മൈൻഡ് ഇഫ് ഐ കോൾഡ് ഹെർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വുഡ് യു മൈൻഡ് ഇഫ് ഐ കോൾഡ് ഹെർ. ഓക്കെ, ഇവിടെ ഞാനാണ് വിളിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. ഇനി മറ്റൊരാളോട് ഒരു കാര്യം ചെയ്തു തരാനാണെങ്കിൽ ഇഫ് ഐ അത് യൂസ് ചെയ്യണ്ട. മനസ്സിലായോ? ഇനി ഇത് തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ? ഇപ്പോൾ ഡു യു മൈൻഡ് കോളിംഗ് ഹെർ, നീ ഒന്ന് അവളെ വിളിക്കാമോ? ഡു യു മൈൻഡ് കോളിംഗ് ഹെർ. അപ്പം അത് തന്നെ നമുക്ക് എത്ര വിധത്തിൽ ചോദിക്കാം? ക്യാൻ യു കോൾ ഹെർ, ഓർമ്മയില്ലേ? ക്യാൻ യു കോൾ ഹെർ, കുഡ് യു പ്ലീസ് കോൾ ഹെർ അല്ലേ? കുഡ് യു കോൾ ഹെർ പ്ലീസ്, കുഡ് യു കോൾ ഹെർ പ്ലീസ് അല്ലേ? ദെൻ പ്ലീസ് കോൾ ഹെർ, അങ്ങനെയും നമ്മൾ പറയും അല്ലേ? കോൾ ഹെർ പ്ലീസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ വീഡിയോ കൊണ്ട് ഒന്നുകൂടി പഠിക്കണേ. അപ്പോൾ ഈ 1, 2, 3, 4 ഇതൊക്കെ നമുക്ക് അവളെ ഒന്ന് വിളിക്കാമോ എന്നുള്ളതിന് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ക്ലിയർ? അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക ഈ രണ്ട് സെൻറ്റൻസിൽ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും ആൻസർ പറയേണ്ടത്? നമുക്ക് വിരോധം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? വിരോധം ഇല്ലെങ്കിൽ ക്യാൻ യു കോൾ ഹെർ, കുഡ് യു പ്ലീസ് കോൾ ഹെർ, ഡു യു മൈൻഡ് കോളിംഗ് ഹെർ, ഇങ്ങനെ ഏതോ ആവാം. ഒന്ന് അവളെ വിളിക്കുമോ? അപ്പോൾ നമുക്ക് വിരോധം ഇല്ലെങ്കിൽ നമ്മൾ പറയണം ഷുവർ. ഓക്കെ, ഷുവർ, ക്യാരി ഓൺ അല്ലെങ്കിൽ ഗോ എഹെഡ്, ക്യാരി ഓൺ അല്ലെങ്കിൽ ഗോ എഹെഡ്, ഗോ എഹെഡ്. Okay, yes, you can.
യെസ് യു ക്യാൻ, അങ്ങനെയൊക്കെ ആൻസർ പറയാം. അപ്പോൾ അതും കൂടെ ഞാൻ വേറൊരു വെർബ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? ഓക്കെ. ദെൻ ഈ കോളിൻ്റെ സ്ഥലത്ത് നിങ്ങൾ പ്ലേ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താവും? നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. ഡു യു മൈൻഡ് പ്ലേ വിത്ത് ഹെർ. ഓക്കെ, സോറി, പ്ലേയിങ് വിത്ത് ഹെർ. അപ്പോൾ പ്ലേയിങ് ഹെർ എന്ന് പറയരുത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം അതുപോലെ പകർത്തരുത്, മീനിങ് മനസ്സിലാക്കി പറയുക. ഓക്കെ, അപ്പോൾ ഡു യു മൈൻഡ് പ്ലേയിങ് വിത്ത് ഹെർ, അവളുടെ കൂടെ കളിക്കുന്നതിൽ. ഡു യു മൈൻഡ് പ്ലേയിങ് വിത്ത് ഹെർ, അവളുടെ കൂടെ കളിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അല്ലെങ്കിൽ നീ അവളുടെ കൂടെ ഒന്ന് കളിക്കുമോ, അതാണ് ചോദിക്കുന്നത്. ഓക്കെ, അവളുടെ കൂടെ ഒന്ന് കളിക്കുമോ, അങ്ങനെ പഠിച്ചാൽ മതി. വിരോധമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നണ്ട. ഓക്കെ, ഡു യു മൈൻഡ് പ്ലേയിങ് വിത്ത് ഹെർ, നീ അവളുടെ കൂടെ ഒന്ന് കളിക്കുമോ, അത്രേ ഉള്ളൂ. വുഡ് യു മൈൻഡ് പ്ലേയിങ് വിത്ത് ഹെർ, നീ അവളുടെ കൂടെ ഒന്ന് കളിക്കുമോ? ക്ലിയർ, മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തേതാണെങ്കിലോ, ഡു യു മൈൻഡ് ഇഫ് ഐ പ്ലേ വിത്ത് യു. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം, മീനിങ് മനസ്സിലാക്കി ചെറിയ ചെറിയ ഡിഫറൻസ് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡു യു മൈൻഡ് ഇഫ് ഐ പ്ലേ വിത്ത് യു, ഞാൻ നിന്റെ കൂടെ കളിച്ചോട്ടെ എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ്. ഓക്കെ, ഡു യു മൈൻഡ് ഇഫ് ഐ പ്ലേ വിത്ത് യു. ഇനി അത് തന്നെ എങ്ങനെ കൊടുക്കാം? ഇഫ് ഐ പ്ലേഡ് വിത്ത് യു, ഞാൻ നിന്റെ കൂടെ കളിച്ചോട്ടെ. വുഡ് വന്നുകൊണ്ടാണ് പ്ലേഡ് വന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഞാനിവിടെ കൊടുത്ത ഓരോ വെർബുകളുണ്ട് ഇവിടെ കൊടുത്തത്, അതൊക്കെ നിങ്ങൾ മാറ്റി പ്രയോഗിച്ച് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പർ ഒന്ന് സൈൻ ചെയ്യാമോ? നിങ്ങൾ ഈ പേപ്പർ ഒന്ന് സൈൻ ചെയ്യാമോ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ക്യാൻ യു സൈൻ ദ പേപ്പർ? ക്യാൻ യു സൈൻ ദ പേപ്പർ? കുഡ് യു പ്ലീസ് സൈൻ ദ പേപ്പർ? ഓക്കെ, ദെൻ ഡു യു മൈൻഡ് സൈനിങ് ദ പേപ്പർ? വുഡ് യു മൈൻഡ് സൈനിങ് ദ പേപ്പർ? പടിപൊളിയല്ലേ? അപ്പോൾ അതൊന്ന് അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ സമ്മതമാണെങ്കിൽ എന്ത് പറയണം? എന്ത് പറയാം? ഓ ഷുവർ. ഓക്കെ, ഓ ഷുവർ എന്ന് പറഞ്ഞാൽ മതി, തീർച്ചയായും. ക്ലിയർ? അപ്പോൾ ആ സന്ദർഭം അനുസരിച്ചിട്ട് നോ പ്രോബ്ലം അങ്ങനെ പറയാം. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നോ പ്രോബ്ലം, ക്യാരി ഓൺ, നോ പ്രോബ്ലം, ഗോ അഹെഡ്, ഓ ഷുവർ എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ 2-3 വെർബും കൂടെ പറഞ്ഞു. ഇപ്പോൾ പ്രാക്ടീസ്, എൻ്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമോ? അല്ലെങ്കിൽ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? എൻ്റെ കൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പം നിങ്ങളോടല്ലേ പറയുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഇഫ് ഐ എന്നുള്ള ആ യൂസേജ് എടുത്താൽ മതി. ഓക്കെ, ഇതാ ഞാൻ ചെയ്യട്ടെ എന്നാണെങ്കിൽ ഇഫ് ഐ. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ മേലത്തെ മോഡൽ, അല്ലെങ്കിൽ ക്യാനോ കുഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച മോഡൽ എടുക്കുക. ക്ലിയർ? അപ്പോൾ ക്യാൻ യു പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത് മീ? ക്ലിയർ? ദെൻ കുഡ് യു പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത് മീ? ദെൻ ഡു യു മൈൻഡ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ് വിത്ത് മീ? വുഡ് യു മൈൻഡ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ് വിത്ത് മീ? അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യട്ടെ, എങ്ങനെ ചോദിക്കും? ഓക്കെ, വെരി ഗുഡ്. എങ്ങനെ പറയും? ഡു യു മൈൻഡ് ഇഫ് ഐ പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത് യു? ക്ലിയർ? വുഡ് യു മൈൻഡ് ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഇംഗ്ലീഷ് വിത്ത് യു? വുഡ് യു മൈൻഡ് ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഇംഗ്ലീഷ് വിത്ത് യു? ഞാൻ നിങ്ങളുടെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യട്ടെ. അപ്പം ഞാനല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇഫ് ഐ. അപ്പോൾ അത് ഓർത്താൽ മതി. ഐ എന്ന് പറയുമ്പോൾ ഞാൻ, അങ്ങനെ ആകുമ്പോൾ അത് കൺഫ്യൂഷന് വരില്ല. മനസ്സിലായി? നമ്മൾ അധികം യൂസ് ചെയ്യുന്ന വേറൊരു 2 വേർഡുകളാണ് ഫില്ലിൻ ഓർ ഫില്ലൗട്ട്. പിന്നെ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നതും നമ്മൾ തെറ്റിക്കുന്നതുമായിട്ടുള്ള 3 വേർഡുകളാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വേർഡായിട്ട് ഇതെടുത്തോളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ദിവസം അറിയാത്ത ഒരു പുതിയ വേർഡെങ്കിലും നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഫില്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൂരിപ്പിക്കുക എന്ന് പറയും. ഫില്ല് ചെയ്യുക അല്ലേ, പൂരിപ്പിക്കുക. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക. ഓക്കെ, പൂരിപ്പിക്കുക. ക്ലിയർ? ഈ ഫില്ലിനും ഫില്ലൗട്ടും ഏകദേശം ഒരേ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ലൗട്ട് ചെയ്യണം, ഒരിക്കലും ഫില്ലപ്പ് പറയരുത് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ്, ഇത് ഫില്ലപ്പ് ചെയ്തതെന്ന് പറയരുത്.
അത് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഒരു പേപ്പറൊക്കെ ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ ഫില്ലിൻ അല്ലെങ്കിൽ ഫിൽ ഔട്ട് ഉപയോഗിക്കണം. അവിടെ ഫിൽ ഔട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ, അത് കംപ്ലീറ്റ് അപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5-10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് നമ്മൾക്കത് പൂരിപ്പിക്കണം. മനസ്സിലായി? അപ്പോഴാണ് നമ്മൾ ഫിൽ ഔട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ വെച്ച ഒരു പേപ്പേഴ്സ് ഉണ്ടാവും, ആപ്ലിക്കേഷൻസ് ഫോംസ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1-2 ലൈൻസ് വിട്ടേ പോയിട്ടുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഫില്ലിംഗ് ഉപയോഗിക്കാം. ഇനി ഇത് ഫില്ലിൻ്റെ അടുത്ത് ഫിൽ ഔട്ട് ഉപയോഗിച്ച് പോയി എന്നുള്ളതുകൊണ്ട് വലിയൊരു തെറ്റില്ല. സ്പോക്കൺ ഇംഗ്ലീഷിലാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഗ്രാമറൊന്നും നോക്കില്ല അല്ലേ. ഇടയ്ക്ക് നമ്മൾ ഫിൽ ഔട്ടിന് പകരം ഫില്ലിംഗ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? പക്ഷെ ഗ്രാമർ നന്നായിട്ട് അറിയാവുന്നവരും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളൊന്ന് തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോൾ കുഴപ്പമില്ല. ഫില്ലിനായാലും ഫിൽ ഔട്ടായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഫില്ലിന്ന് പറയുമ്പോൾ 1-2 ലൈൻസ് വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് ഫില്ലിൻ. ഇപ്പോൾ എക്സാമിന് നമുക്ക് ഓർമ്മയില്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഓർമ്മയില്ലേ? നമുക്ക് സ്ഥിരം പരിചയമുള്ളൊരു സാധനമല്ലേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആൻസേഴ്സ് അല്ലെങ്കിൽ വിത്ത് ദ സ്യൂട്ടബിൾ ഓപ്ഷൻസ്. ഇപ്പം നമുക്കൊരു 4 ആൻസേഴ്സ് തന്നിട്ടുണ്ടാവും. നോട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, like choose the correct answers from the bracket and fill in the blank. Okay, അപ്പോൾ fill in clear അല്ലേ? ഇത് ഓർമ്മിക്കാൻ എളുപ്പമല്ലേ? fill in or fill out the paper or fill out this form. Please fill out this form. Please fill out this form. Can you fill out this form? Would you please fill out this form? Okay, do you mind filling out this form? Filling out, calling എന്ന് പറഞ്ഞ പോലെ filling out. Clear? filling out this form. Okay, then would you mind filling out this application form? Clearly, അപ്പോൾ ആൻസർ എന്ത് പറയും? തിരിച്ചെന്നോട് പറയും. ഓ ഷുവർ, ഇറ്റ്സ് മൈ പ്ലഷർ. എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളെ ആ പേപ്പർ ഫിൽ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതിന്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫില്ലിനും ഫിൽ ഔട്ടും ക്ലിയർ അല്ലേ? ഇനി ഈ പേപ്പർ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ഔട്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ, അല്ലെങ്കിൽ ഞാനിതൊന്ന് ഫില്ല് ചെയ്തേട്ടെ എന്നാണെങ്കിൽ എന്ത് പറയും? ഡു യു മൈൻഡ് if I fill out this paper? Okay, if I fill out. Okay, clear അല്ലേ ഇത്? ഇനി fill up എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. fill up, നിറയ്ക്കുക. fill up എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ ഒന്ന് നിറയ്ക്കൂ. വാട്ടർ ബോട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകാൻ തിരക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്ന് പറയണം, ഒന്ന് വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കൂ, ഒന്ന് നിറച്ച് തരൂ. ഓക്കെ, പ്ലീസ് ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ അല്ലേ? പ്ലീസ് ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ. ക്ലിയർ? സോ അപ്പോൾ അവർക്ക് സമയമില്ല, നീ തന്നെ നിറച്ചോളൂ എന്നാണ് പറയുന്നതെങ്കിലോ, ഓ ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം, യു പ്ലീസ് ഫിൽ അപ്പ് യുവർ സെൽഫ് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ. അല്ലാതെ ബൈഹാർട്ട് ചെയ്തിട്ട് ഇവിടെ വേർഡിൻ്റെ മീനിങ് മാത്രം പറഞ്ഞു വെക്കരുത്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സെൻറ്റൻസ് കണ്ടെത്തി കൂടുതൽ സെൻറ്റൻസ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ദെൻ പ്ലീസ് ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ. ഇതിന് വേറെയും മീനിങ് ഉണ്ട്, പക്ഷെ ഒന്ന് ഇപ്പോൾ നമുക്ക് പഠിക്കാം. ഒരു വീഡിയോയിൽ ഒരു മീനിങ് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ ഫിൽ അപ്പ്, പ്ലീസ് ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ. ഇനി ആ വാട്ടർ ബോട്ടിൽ ഒന്ന് നിറയ്ക്കാമോ? ആ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാമോ? എങ്ങനെയാണ് ചോദിക്കുക? ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഫോർ യു. പ്ലീസ് ടെൽ മി ദ ആൻസർ. ഓക്കെ, വെരി ഗുഡ്. കുഡ് യു പ്ലീസ് ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ? ഡു യു മൈൻഡ് filling up the water bottle? Would you mind filling up the water bottle? ഓക്കെ, ഇനി ഞാൻ ഈ വാട്ടർ ബോട്ടിൽ നിറയ്ക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാനാണ് നിറയ്ക്കുന്നത്. അപ്പോൾ ഏതാണ്? ആലോചിച്ച് നോക്കൂ. ഡു യു മൈൻഡ് ഇഫ് ഐ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ? ഓക്കെ, വാട്ടർ എന്ന് പറയരുത്, വാട്ടർ. ഓക്കെ, ക്ലിയർ? ഡു യു മൈൻഡ് ഇഫ് ഐ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ? ഓക്കെ, ദെൻ വുഡ് യു മൈൻഡ് വെച്ചിട്ടാണെങ്കിലോ, ഞാൻ ഈ വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കട്ടെ, ഇങ്ങനെ ചോദിക്കുക. ഓക്കെ, വെരി ഗുഡ്, റൈറ്റ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഫിൽഡ് അപ്പിൻ്റെ സെക്കൻഡ് ഫോം ആണ് ഫിൽഡ് അപ്പ്. ഓക്കെ, വുഡ് യു മൈൻഡ് ഇഫ് ഐ ഫിൽഡ് അപ്പ് ദ വാട്ടർ ബോട്ടിൽ? ക്ലിയർ? അപ്പോൾ വ്യത്യാസം മറന്നു പോകരുത്. ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക, ഫിൽ ഔട്ടും പൂരിപ്പിക്കുക തന്നെ. അപ്പോൾ ഒരു പേപ്പർ കംപ്ലീറ്റ് പൂരിപ്പിക്കുന്നതാണ് ഫിൽ ഔട്ട്. വിട്ടുപോയ 1-2 സ്ഥലം അല്ലെങ്കിൽ 1-2 ലൈൻസ് പൂരിപ്പിക്കുന്നതിന് ഫില്ലിംഗ്. ഇനി ഫിൽ അപ്പ് എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. അപ്പോൾ നമ്മൾ 3 പുതിയ വേർഡ് പഠിച്ചു. അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ സെൻറ്റൻസ് കണ്ടെത്തുക, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്ത പുതിയ വേർഡ് എന്തായിരുന്നു? ലെൻഡ് അല്ലേ? ഒന്നുകൂടെ ഓർത്തെടുക്കുകയെ. ലെൻഡ്. നിങ്ങൾക്ക് ബോറടിക്കരുത്,
ലെൻഡ്. ഇപ്പം എന്താ ലെൻഡിൻ്റെ മീനിങ്? ഗീവ് സംതിങ് ടു സംവൺ. ഗീവ് സംതിങ് ടു സംവൺ. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിനാണ് നമ്മൾ സംവൺ, സംതിങ്, ചിലർക്ക് കൊടുക്കുന്നതിന്. ഗീവ് സംതിങ് ടു സംവൺ. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് പൈസ തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്യാൻ യു ലെൻഡ് മീ 10,000 rupees? എനിക്കൊരു 10,000 രൂപ തരുമോ? ഓക്കെ, ക്യാൻ യു ലെൻഡ് മീ 10,000 rupees? 10,000 rupees. ക്ലിയർ? ഇനി രണ്ടാമത്തെ പടി എന്നല്ല നമ്മൾ പഠിച്ചെന്തായിരുന്നു? അപ്പോൾ ഇവിടെ ഈ ലെൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഓർക്കേണ്ട ഒരു പ്രത്യേക പോയിന്റ്, ഈ ലെൻഡ് കഴിഞ്ഞിട്ട് എപ്പോഴും ആർക്കാണെന്നുള്ള കാര്യം കൂടെ പറയണം. ക്യാൻ യു ലെൻഡ് 10,000 rupees എന്ന് പറഞ്ഞാൽ ആ വേർഡ് തെറ്റാണ്, ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാൻ യു ലെൻഡ് കഴിഞ്ഞിട്ട് ആർക്കാണെന്ന് കൂടെ പറയണം. അപ്പോൾ ക്യാൻ യു ലെൻഡ് ഹിം, അവനൊരു 10,000 രൂപ കൊടുക്കാൻ പറ്റുമോ നിനക്ക്? ക്യാൻ യു ലെൻഡ് ഹിം 10,000 rupees. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിവിഷനും കൂടെ പോരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ദെൻ ബോറോ എന്ത് വരും? ബോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവിന് പകരം ടേക്ക് ആവും. നമ്മൾ കട എടുക്കുന്നു, നമ്മൾ ബാങ്കിൽ നിന്ന് കട എടുക്കുന്നു. ഐ ബോറോഡ് 10,000 rupees ഫ്രം ദ ബാങ്ക്. അതാണ് കറക്റ്റ്. ഓക്കെ, അല്ലാതെ ഐ ലെൻഡ് എന്ന് പറയരുത്. പറയാം, പക്ഷെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ദ ബാങ്ക് ലെൻഡ് മീ, LENT, ദ ബാങ്ക് ലെൻഡ് മീ 10,000 rupees. എനിക്ക് തന്നു. ഓക്കെ, ഇനി ഞാൻ കട എടുത്തു എന്നാണെങ്കിലോ ഐ ബോറോഡ് 10,000 rupees ഫ്രം ദ ബാങ്ക്. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് us wind up here. Then I am so happy that you are supporting me and you are learning English very well and practicing English very well. Okay, thank you so much. Goodbye, take care, stay blessed.